അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, നമ്മൾ എത്ര ജോലിക്ക് പോയാലും, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നില്ലേ, കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പണം ഒന്നും വന്നു ചേരത്തില്ല. നമ്മുടെ പേഴ്സ് എപ്പോഴും ഈ പരുവത്തിലിരിക്കുകയും ചെയ്യും. എത്ര പൈസ ഇതിനകത്ത് കൊണ്ടുവച്ചാലും ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, ഈ പേഴ്സ് ഒരു രാശിയില്ലാത്ത പേഴ്സാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഞാൻ പറയാറുണ്ട് കേട്ടോ. ചില പേഴ്സ് ഈ പേഴ്സ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഈ ബാഗ് മാറിയപ്പോഴത്തേക്ക് ഇതിനകത്ത് 10 പൈസ വരുന്നില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നെപ്പോലെ പറയുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പം നമ്മുടെ ഈ പേഴ്സ്, ഈ പറയുന്ന കാര്യം ഈ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സ് ഒരിക്കലും കാലിയാകത്തില്ല. കാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കണേ, നമ്മുടെ പൈസ ഇല്ലാതെ വരുത്തേ ഇല്ല. അതിന് ചെറിയ ഒരു കാര്യം നമുക്കിതിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഇല്ല, ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് അതിന് പ്രയോജനം കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ പേഴ്സിൽ നമുക്ക് ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പണത്തെ തേടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, പണം നമ്മളെ തേടി ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് പണം വേണം ഇല്ലേ. പണമില്ലാതെ നമുക്ക് ഒരു കാര്യവും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ കാര്യവും നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നതല്ലാണ്ട് നമുക്ക് ഒരാഗ്രഹം പോലും നമുക്ക് നടക്കുന്നില്ലെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. അപ്പോളേ ചുരുക്കി പറഞ്ഞാൽ പണമില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? നമുക്കൊരു പേന വാങ്ങിക്കണം, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കണം, അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. അതിന് പോലും പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. 1 രൂപ എടുക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ കാണും ഇല്ലേ. അപ്പം എല്ലാവരും ഇപ്പം പണക്കാരായിട്ടല്ലല്ലോ ജനിച്ചിങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം ഉള്ളവരാണ്. പല പല ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു വന്നാണ് ഇന്നിപ്പോൾ എല്ലാവരും ഈ നിലയിൽ ആയിരിക്കുന്നത് അല്ലേ. അല്ലാണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് നമുക്ക് പൂർവിക സ്വത്തൊന്നും ഇല്ലാത്തവരാണല്ലേ. ഉള്ളവർക്ക് പിന്നെ ഉണ്ട്, ഇല്ലാത്തവർക്കില്ല. ഇപ്പം ചിലവർ പറയത്തില്ലേ, എന്താ മുടി ഉള്ളവൻ്റെ 4 പാടും കെട്ടാം എന്ന് പണ്ടുള്ളവർ പഴഞ്ചൊല്ലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അല്ലേ. ശരിയല്ലേ? മുടി ഉള്ളപ്പോൾ നമുക്ക് 4 പാടും കെട്ടാം. അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യവും. പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വേണേലും ചെയ്യാം. പണമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മിണ്ടാതെ കുത്തി ഇരിക്കും. ശരിയല്ലേ പറഞ്ഞത്? അപ്പം നമ്മുടെ പേഴ്സ് ഒരിക്കലും കാലിയാകാതിരിക്കാൻ, പേഴ്സിൽ നമ്മുടെ പൈസയുടെ വരവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂട്ടുകാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേഴ്സിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്നും പറഞ്ഞിട്ട് പണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരത്തില്ല. നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ ഒരിക്കലും തരാതെ ഇരിക്കില്ല. അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ. വലിയ നിസ്സാരമായ കാര്യമാണ്, പക്ഷെ നിസ്സാരമായ കാര്യത്തിലൂടെ നമുക്ക് വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഒരു വെള്ള പേപ്പറാണ് നമുക്ക് വേണ്ടത്. വെള്ള പേപ്പർ കണ്ടോ, നല്ല വെള്ള പേപ്പർ. അതായത് ഈ വെള്ള പേപ്പറിന് നമ്മൾ വരയിട്ട പേപ്പറൊന്നും ഇതിനകത്ത് എടുക്കാനായിട്ട് പാടില്ല. റൂൾഡ് പേപ്പറല്ലേ, അതൊന്നും എടുക്കരുത്. ശരിക്കും
ഇങ്ങനത്തെ ഒരു വൈറ്റ് പേപ്പറാണ് വേണ്ടത്. വൈറ്റ് പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഴുക്കായ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഈ പേപ്പറിനകത്തപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ കുറച്ച് അഴുക്കുണ്ട്, അത് സാരമില്ല എന്നൊക്കെ വിചാരിക്കത്തില്ലേ? അങ്ങനെ ചെയ്യരുത്. അങ്ങനത്തെ പേപ്പർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയോ ചെയ്യരുത്. അത് എന്ത് കാര്യമാണെങ്കിലും, എന്ത് നല്ല കാര്യം ചെയ്യുവാണെങ്കിലും, എന്ത് കാര്യം നമ്മൾ എടുത്താലും അത് നന്നായിട്ട് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു വെള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനായിട്ട് ആകെ വേണ്ടത് ഒരു വെള്ള പേപ്പറും ഒരു നീല പേനയുമാണ് വേണ്ടത്. നീലപ്പേന എന്ന് വെച്ചാൽ റെഡ് കളറേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തെ മഷിയുടെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്തെ മഷി ബ്ലൂ ആണ്. അപ്പം ബ്ലൂ മഷിയുള്ള പേനയും, ഇത് റെഡ് ഇങ്ക കാണിക്കുന്നതെന്നും പറഞ്ഞ് ഇനി ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരില്ലേ. ഇത് കാണുമ്പോൾ റെഡ്, ഇതിന്റെ വെളിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതിനകത്തെ റീഫില്ല് ബ്ലൂ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീല റീഫില്ല്, നീല പേന കൊണ്ട് എഴുതുക. ഇത് നീല അല്ലെന്ന് പറയും, ഇത് നീല വെളിയിലാണ് റെഡ് കേട്ടോ, അകത്ത് ഇത് ബ്ലൂ ആണ്. അപ്പം നമ്മൾ ഒരു ബ്ലൂ പേനയും ഒരു വരയില്ലാത്ത ഒരു നല്ല വൈറ്റ് പേപ്പറും മാത്രം ഇതിന് മതി. പിന്നെ അപ്പോളേ ഇത് എഴുതേണ്ട ടൈം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും, വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും, പൗർണമി ദിവസമില്ലേ, പൗർണമി ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷവും 10 മണിക്ക് മുൻപുമായിട്ടാണ് ഇത് എഴുതി പേഴ്സിൽ വെക്കേണ്ടത്. അപ്പൊ എന്താണ് എഴുതേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ വേണം എഴുതാനെന്നും ഏത് ദിവസങ്ങളിൽ എഴുതണം എന്നും മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾ വിചാരിക്കത്തില്ല ഏതാണ്ട് വലിയ കാര്യമാണ് ഇതിനകത്ത് എഴുതാം. വലിയ കാര്യം തന്നെ കേട്ടോ, അത് നമുക്ക് സാധിക്കേണ്ട കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, വലിയ സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് ആണ് എഴുതാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷനില്ലേ. എന്നാൽ ആ ടെൻഷനൊന്നും വേണ്ട. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീം മാത്രമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇത് പേഴ്സിൽ വെക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളിത് എഴുതി കഴിഞ്ഞതിന് ശേഷം ശ്രീം എന്നൊന്ന് അതൊന്ന് വായിക്കുക. എന്നിട്ട് നമ്മളൊന്ന് നമ്മുടെ ഇഷ്ട ദൈവങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് വായിക്കുക, പ്രാർത്ഥിക്കുക, ശേഷം അത് പേഴ്സിൽ വെക്കുക. ഞാൻ കാണിച്ചു തരാം, എഴുതുന്നതും പേഴ്സിൽ വെക്കുന്നതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ശ്രീം, വേറെ കൂടുതലായിട്ട് ഇതിനകത്തൊന്നും എഴുതാനില്ല, ശ്രീം എന്നാണ് എഴുതേണ്ടത്. നമ്മളിവിടെ ഒരു നീല മഷിയുള്ള പെന്നാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ ഞാൻ കാണിച്ചല്ലോ, ഞാൻ ഇവിടെ വെച്ച് എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എഴുതിയിട്ട് കാണിക്കാം. മേശ വെച്ച് എഴുതിയിട്ട് ശരിയാകത്തില്ല, നമുക്ക് ബുക്കിൻ്റെ പുറത്ത് വെച്ച് എഴുതാം. ശ്രീം കണ്ട, ശ്രീം എന്ന് എഴുതുക. ഇത്രയും മാത്രം ഇതിനകത്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഇട്ട് വരച്ച് ഇത് കറപ്പിക്കുകയോ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. ശ്രീം എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ പേപ്പർ മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ പേഴ്സിൽ വെക്കാം. ചെറുതായിട്ട് മുറിക്കുക. ഈ വലിപ്പത്തിലാക്കി ഇനി നമുക്ക് നമ്മുടെ പേഴ്സിൽ വെച്ച് കൊടുക്കാം. പേഴ്സിൽ എവിടെയെങ്കിലും വെച്ച് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേട്ടോ. ഇന്നിപ്പം
ഇന്നിപ്പോൾ സൺഡേ ആണ്. ഞാനിപ്പോൾ ഇത് ചെയ്ത് വെക്കുന്നതല്ല, അപ്പം നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ശ്രീംന്ന് എഴുതി വെച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേപ്പർ ദിവസവും എടുത്ത് മാറ്റി ശ്രീംന്ന് എഴുതേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ പേപ്പർ ചീത്തയാവുമോ, ഇങ്ങനെ വെക്കണം കേട്ടോ. ഒട്ടിച്ചും മടക്കിയൊന്നും വെക്കല്. അങ്ങനെ തന്നെ ഞാനിപ്പോൾ കാണിച്ചില്ല, അതുപോലെ വെക്കുക. കുറേ നാളിന് ശേഷം ഈ പേപ്പർ ചീത്തയാവുകയോ കീറുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടാമത് എഴുതുക. രണ്ടാമത് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം. വെള്ളിയോ പൗർണമി വെള്ളിയാഴ്ച മാത്രം എഴുതുക, 6 മുതൽ 7 വരെയുള്ള ടൈം. പിന്നെ പൗർണമി ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷവും 10 മണിക്ക് മുൻപായിട്ടും എഴുതുക. അങ്ങനെ ചെയ്യാളൂ രണ്ടാമത് എഴുതുമ്പോഴും. പേപ്പർ കീറുകയോ ചീത്തയാവുകയോ ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ രണ്ടാമത് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടാമത് എഴുതുകയേ വേണ്ട. ഇങ്ങനെ തന്നെ ആ പേഴ്സിൽ ഇരുന്നോട്ടെ. അതെടുത്ത് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, പണം നമ്മളെ തേടി വരും. നമ്മൾ പണത്തെ തേടി പോകേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും നമ്മൾക്ക് മേൽഗതി ഉണ്ടാകും. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണിത് കേട്ടോ ഈ പറയുന്നത്. ഇതിനു മുന്നേ ഞാനിങ്ങനെ ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ചേച്ചി, അത് വളരെ ഉപകാരം, ഇത് പറഞ്ഞു തന്നതിന് വളരെ ഉപകാരം, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു, ആ മുടങ്ങിക്കിടന്ന പൈസയെല്ലാം എനിക്ക് തിരിച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെനിക്ക് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫോൺ നമ്പർ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അപ്പം ഇതുപോലെ ചെയ്ത് വെക്കാനായിട്ട് ഒരു പാടുമില്ലാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണത്തിൻ്റെ വരവ് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പേഴ്സിൽ എപ്പോഴും പൈസ ഒഴിയാതെ കാണും. മനസ്സിലായല്ലോ ഇത്? അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.